പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ളൊരു ഹക്ക നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അതിപ്പം ഏകദേശം 1 ടീസ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടില്ല, പകുതിയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ചേർത്ത ഉടനെ തന്നെ തവി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൂൺ കൊണ്ടോ ഒന്നും ഇളക്കാൻ പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഇതേപോലൊരു ചവണ കൊണ്ട് പതുക്കെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നുമില്ല. ഒരു 90% വെന്താൽ മതി. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതേപോലെ ഒരു അരിപ്പ പാത്രം എടുത്തതിന് ശേഷം അതിന് അടിയിൽ ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തേക്കുവാണ്. അതിൽ ഫുള്ള് വെള്ളമൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ നന്നായിട്ടിങ്ങനെ കഴുകിയെടുക്കണം. അതിൻ്റെ ഒരു പശപ്പൊക്കെ പോകുന്നത് വരെ നന്നായിട്ടിങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം അതേപോലത്തെ പരന്നൊരു പ്ലേറ്റിലാക്കിയതിന് ശേഷം ഫാനിൻ്റെ മൂട്ടിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേ മെത്തേഡാണ് എടുക്കുന്നത്. നമുക്കിത് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം എന്തെങ്കിലും പാർട്ടിക്കോ എന്തെങ്കിലും ആവശ്യത്തിന് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു നൂഡിൽസ് തയ്യാറാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് കിട്ടണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ എടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ചിക്കി ഒന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉലർന്ന് കിട്ടണം. ഇതിൻ്റെ ഒരു മുട്ട നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്താണ് നമ്മൾ ആ നൂഡിൽസ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതുപോലെ തന്നെ നന്നായിട്ടിങ്ങനെ ചിക്കി തോർത്തി ഉലർത്തി എടുക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ. അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി തോർത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇതേ കടായിലേക്ക് തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് കുനുകുനാന്ന് ഇങ്ങനെ കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇഞ്ചി ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം പോകണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു മീഡിയം ഫ്ലെയിമാണ് വെച്ചേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കൊത്തിയരിയുന്നത് പോലെ ചെയ്യാം. പക്ഷേ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒണിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഇനി സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3ഉം ഇതുപോലെ സമം എടുത്ത് വെച്ചേക്കുവാണ്. ഇനിയാണ് നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ക്യാപ്സിക്കം വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉടഞ്ഞ് വല്ലാണ്ടായി പോവും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ആ സോസിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട തോർത്തിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ നൂഡിൽസ് എന്ന് പറയുന്നത്. എന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എന്നാൽ പോലും ഇടയ്ക്കൊക്കെ നമുക്കൊരു കൊതിക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കുകയും നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനകത്ത് ചിലപ്പം അജിനോമോട്ടോയൊക്കെ ചേർക്കാൻ നമ്മൾ വീട്ടിൽ അതൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ചിക്കി തോർത്തി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കാമേ.
നമ്മൾ ഫാനിൻ്റെ മൂട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പശപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഇതെല്ലാം ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു സോസിലേക്കും അതുപോലെ ഈ ഒരു നൂഡിൽസിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു 2 തവി വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് വേണമെങ്കിലും നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാമേ. നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പ്രിങ് പോലെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഇടണം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.